വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. 1950 മദ്രാസ് എന്ന പേരിലാണ് ഈ സംസ്ഥാനം നിലവിൽ വന്നത്. 1950 ജാനുവരി 26 മദ്രാസ് എന്ന പേരിൽ നിലവിൽ വന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്ന മാറ്റിയ വർഷം 1969. അപ്പൊ 1969 മദ്രാസ് എന്തായി? തമിഴ്നാടായി. ഇനി മദ്രാസ് എന്ന പേരുണ്ടല്ലോ, ആ മദ്രാസ് എന്ന പേരിനെ, ആ മദ്രാസ് എന്ന പ്രദേശത്തിന്റെ പേരിനെ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തത് ചോദിക്കുകയാണെങ്കിൽ 1996 മദ്രാസിനെ ചെന്നൈ ആക്കിയത് 1996. ഇനി നമ്മുടെ തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാണ്? ചെന്നൈയാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. തമിഴ്നാടിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മധുരയാണ് പറയാ. തമിഴ്നാടിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ ഏതാണ്? മധുരയാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന കോടതിയോ ഹൈക്കോടതി എവിടെയാണ്? ചെന്നൈയിലാണ്. സംസ്ഥാന ഹൈക്കോടതി എവിടെയാണ്? ചെന്നൈയിലാണ്. ഇനി അവരുടെ സംസ്ഥാന പുഷ്പം അല്ലെങ്കിൽ എന്താ പറയാ ഒഫീഷ്യൽ ഫ്ലവറാ ചോദിക്കുന്നത് വെച്ചാൽ കന്താളാണ്. ഏതാണ്? കന്താളാണ് ഒഫീഷ്യൽ ഫ്ലവർ. അതുപോലെ തന്നെ അവരുടെ ആഘോഷം, ഫെസ്റ്റിവൽ ഏതാണ്? പൊങ്കലാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക ആഘോഷം ഏതാണ്? പൊങ്കലാണ്. അവരുടെ സംസ്ഥാന മൃഗം വരയാടാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? വരയാടാണ് പറയാം അല്ലെ. അതുപോലെ തന്നെ സംസ്ഥാന പക്ഷി മരതക പ്രാവാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? മരതക പ്രാവാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണ്? അവരുടെ തമിഴ്നാടിന്റെ ഏതാണ്? ഭരതനാട്യമാണ്. അവരുടെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാടിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? ഭരതനാട്യമാണ് പറയാ. എന്നാൽ അവിടുത്തെ നൃത്തരൂപങ്ങളാണ് കോലാട്ടം, കുമ്മി, കാവടി, ചിലമ്പാട്ടം എന്നൊക്കെ. അതായത് കോലാട്ടം, കുമ്മി, കാവടി, ചിലമ്പാട്ടം തുടങ്ങിയവയൊക്കെ തന്നെ തമിഴ്നാട്ടിലെ നൃത്തരൂപങ്ങളാണെന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക. തമിഴ്നാട്ടിലെ പ്രധാന ഗോത്ര വിഭാഗക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോടരാണ്. ആരാണ്? തോടരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തമിഴ്നാട് എന്ന പേരിൽ 1969 ഈ സംസ്ഥാനം മാറിയത്. 1950 ജാനുവരി 26 ഇത് മദ്രാസ് എന്ന പേരിൽ നിലവിൽ വന്നു. മദ്രാസിനെ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തത് 1996. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. കൾച്ചറൽ ക്യാപിറ്റൽ മധുരയാണ്. സംസ്ഥാന ഹൈക്കോടതി ചെന്നൈ തന്നെയാണ്. ഇനി തമിഴ്നാടിന്റെ ആ സംസ്ഥാന പുഷ്പം ഏതാന്ന് ചോദിച്ചാൽ കന്താളാണ്. സംസ്ഥാന പക്ഷി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരതക പ്രാവാണ്. സംസ്ഥാന മൃഗം വരയാടാണ്. സംസ്ഥാന ആഘോഷം പൊങ്കലാണ്. അവരുടെ ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യമാണ്. അവിടുത്തെ ഗോത്ര വിഭാഗക്കാർ തോടരാണ്. അതുപോലെ തന്നെ അവരുടെ നൃത്തരൂപങ്ങൾ കോലാട്ടം, കുമ്മി, കാവടി, ചിലമ്പാട്ടം ഒക്കെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്താണ് തമിഴ്നാട് സംസ്ഥാനം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇന്ത്യയിൽ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് ഏത്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അതുപോലെ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനവും തമിഴ്നാടാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ പോർട്ടുകളുള്ളതും മേജർ തുറമുഖങ്ങളുള്ളതും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലാണ്. അതുപോലെ നമ്മൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തും അല്ലെ. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നിയമത്താൽ നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. നിർബന്ധിത മതപരിവർത്തനം നിയമത്താൽ നിരോധിച്ച ആദ്യ സംസ്ഥാനവും ഏതന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഇനി അടുത്തത് തെക്കേ ഇന്ത്യയില് റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടാണ്. തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ പറയാ? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനവും തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അതുപോലെ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം തമിഴ്നാടാണ്. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാടാണ് ഉത്തരം പറയാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായ കാമിനി, ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായ കാമിനി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലാണ്, കൽപ്പാക്കത്താണ് കേട്ടോ കാമിനി. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവും തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെന്നൈയിലാണ് ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയാ? ചെന്നൈ ആണ് പറയാ. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുന്നത്, വെള്ളത്തിനൊക്കെ ഇത്തിരി ക്ഷാമമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉത്തരം ഏത് തന്നെ പറയണം? തമിഴ്നാട് തന്നെ പറയണം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ആദ്യമായിട്ട് ആരംഭിച്ച, സേവിങ്സ് ATM ആദ്യമായിട്ട് ആരംഭിച്ച നഗരം ഏതാന്ന് ചോദിച്ചാൽ ചെന്നൈ നഗരമാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM ആദ്യമായിട്ട് ആരംഭിച്ച നഗരം, ഇന്ത്യയിലെ നഗരം ഏതാണ്? ചെന്നൈയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സോളാർ പ്ലാന്റിന്റെ പേരാണ് കൗമുദി സോളാർ പ്ലാന്റ്. തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സോളാർ പ്ലാന്റിന്റെ പേരാണ് കൗമുദി സോളാർ പ്ലാന്റ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1688 നിലവിൽ വന്ന ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ 1688 നിലവിൽ വന്ന ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. കൂടാതെ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന് ആസ്ഥാന മന്ദിരം കൂടിയുണ്ട്. ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന് റിപ്പൺ ബിൽഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന് വിളിക്കുന്ന പേരെന്താണ്? റിപ്പൺ ബിൽഡിംഗ് എന്നാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ഏത് നഗരത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പറയും? നമ്മള് ചെന്നൈ നഗരത്തിലാണ് എന്ന് പറയും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകൾ ഉള്ളത് എവിടെയാണെന്ന് പറയേണ്ടായി? നമ്മുടെ തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചതും ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇനി അടുത്തത് നവജീവൻ എക്സ്പ്രസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഹമ്മദാബാദിനെയും ചെന്നൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ ആണ് ഏത്? നവജീവൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നവജീവൻ എക്സ്പ്രസ്? ട്രെയിനിന്റെ പേരാണ്. അത് അഹമ്മദാബാദിനെയും ചെന്നൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ATM സ്ഥാപിതമായ നഗരം ഏതാണെന്ന് പറഞ്ഞു? ചെന്നൈ ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരവും ചെന്നൈ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതന്നെയാ പറയാ? ചെന്നൈ തന്നെയാണ് പറയാ. ഇനി ഈ നമ്മൾ പറഞ്ഞു ആദ്യം മദ്രാസ് ആയിരുന്നു, പിന്നെയാണ് അത് തമിഴ്നാട് എന്ന പേരിലേക്ക് മാറിയത്. ഇനി മദ്രാസിനെ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്യാണ് ചെയ്തത് അല്ലെ. ഈ മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന വ്യക്തിയാണ്. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന വ്യക്തിയാണ്. മദ്രാസിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവം നദി, അതുപോലെ തന്നെ ചെന്നൈയിലൂടെ ഒഴുകുന്ന നദികളാണ് കൂവം നദി, അടയാർ നദി തുടങ്ങിയവ. അതുപോലെ തന്നെ ചെന്നൈയിലെ മറീന ബീച്ച്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതും പലരും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബീച്ചാണ് മറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് ഇത്. ചെന്നൈയിലാണ് മറീന ബീച്ച് എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ തെക്കൻ ഏഷ്യയിലെ ഡെട്രോയിറ്റ് എന്ന് വിളിക്കുന്ന തമിഴ്നാട്ടിലെ നഗരമാണ് ചെന്നൈ. തെക്കൻ ഏഷ്യയിലെ ഡെട്രോയിറ്റ് എന്ന് വിളിക്കുന്ന നഗരമാണ് ചെന്നൈ. ഈ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം കൂടെ ഞാനിവിടെ പറയാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ചെന്നൈയാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈയാണ്. ഇനി ചെന്നൈയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ കുറെ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം ചെന്നൈയിലുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ആസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, അതുപോലെ തന്നെ സദേൺ റെയിൽവേ, ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, സദേൺ റെയിൽവേ, ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, അതുപോലെ തന്നെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ പ്രധാനമാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, അതുപോലെ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, അണ്ണാ
സർവകലാശാല, അണ്ണാ സർവകലാശാല, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങിയവയുടെയൊക്കെ ആസ്ഥാനം ചെന്നൈയാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, സദേൺ റെയിൽവേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, അണ്ണാ സർവകലാശാല, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ, MA ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, ഇതൊക്കെ തന്നെ ചെന്നൈയിലാണ്. അതിൽ ഞാൻ വിട്ടുപോയത് MA ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ എവിടെ കാണപ്പെടുന്നുണ്ട്? ചെന്നൈയില് കാണപ്പെടുന്നുണ്ട് എന്ന് ഓർത്തു വെക്കാം. ഇനി തമിഴ്നാട്ടിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് ഏത്? ഊട്ടി, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഊട്ടി. അതുപോലെ തന്നെ ഊട്ടിയില് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഊട്ടിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഡാബെട്ട എന്ന് പറയും. അപ്പൊ ചെന്നൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. ഉദക മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഊട്ടി. നീലഗിരിയുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഊട്ടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം ഊട്ടിയാണ്. ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഡാബെട്ടയാണ്. ഏതാണ്? ദോഡാബെട്ട. ഇനി ഊട്ടിയെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജോൺ സള്ളിവൻ എന്നാണ്. ജോൺ സള്ളിവൻ, അദ്ദേഹമാണ് ഊട്ടിയെ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ സർവീസ് ഇവിടെയാണ്, ഊട്ടിയിലാണ്. നീലഗിരി റെയിൽവേ. നീലഗിരി റെയിൽവേ ലൈൻ മേട്ടുപാളയത്തെയും ഊട്ടിയെയും തമ്മിൽ ബന്ധിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ നീലഗിരി റെയിൽവേ ആണ്. അത് മേട്ടുപാളത്തെയും ഊട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി നമ്മുടെ തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ജില്ല എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്നൊക്കെയാണ്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്ന കന്യാകുമാരിയാണ്. ഈ കന്യാകുമാരിയെ അലക്സാണ്ട്രിയ ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ അലക്സാണ്ട്രിയ ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന പ്രദേശം കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? കന്യാകുമാരി തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവള്ളുവർ പ്രതിമ, വിവേകാനന്ദ പാറ, ഇതൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു, കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷനും ഏത് തന്നെയാണ്? കന്യാകുമാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരും കന്യാകുമാരി തന്നെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് കോയമ്പത്തൂര്, തമിഴ്നാട്ടിലെ. അതായത് കോവെ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോയമ്പത്തൂര്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരാണ്. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കോയമ്പത്തൂരാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ, കോവൈ, ഇന്ത്യയിലെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോയമ്പത്തൂര് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാന ഇതര നഗരമാണ്. തലസ്ഥാനമല്ലാത്ത തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? കോയമ്പത്തൂരിനെ തന്നെയാണ്. വളരെ കോയമ്പത്തൂർ ഏറ്റവും പ്രധാനപ്പെട്ട തുണി വ്യവസായത്തിന് പേര് കേട്ട ദക്ഷിണേന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത്? കോയമ്പത്തൂരാണ് പറയുന്നത്. കോയമ്പത്തൂർ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണെന്ന് ഓർത്തു വെക്കാം. ഇനി സിംഗനല്ലൂർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തടാകത്തിന്റെ പേരാണ് സിംഗനല്ലൂർ തടാകം. ഇനി നമ്മള് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത, വളരെ പ്രശസ്തമായിട്ടുള്ള മേജർ തുറമുഖങ്ങള് കാണപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തൂത്തുക്കുടി, എണ്ണൂർ, ചെന്നൈ തുടങ്ങിയ പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തുറമുഖങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ജലഗതാഗതം പഠിക്കുമ്പോൾ തുറമുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. എന്നാലും ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അടുത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുക്കുടി എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇപ്പോ എന്താണ് വി ഒ ചിദംബരം പിള്ള തുറമുഖം എന്ന പേരിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുന്നത്, തുറമുഖങ്ങള് അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഒക്കെ പഠിക്കുമ്പോൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ രാമേശ്വരം ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴി കാണപ്പെടുന്നത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമേശ്വരം ക്ഷേത്രത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴി കാണപ്പെടുന്നത് രാമേശ്വരം ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ കാഞ്ചീപുരം, നമുക്ക് കാഞ്ചീപുരം പട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ പട്ടിന് പ്രസിദ്ധമായിട്ടുള്ള തമിഴ്നാട്ടിലെ സ്ഥലമാണ് ഏത്?
ഏത് കാഞ്ചീപുരം. അതുപോലെ പാമ്പ് പാലത്തെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലത്തിന്റെ പേരാണ് ഏത് പാമ്പൻ പാലം എന്ന് പറയപ്പെടുന്നത് അല്ലെ. ഇനി MG രാമചന്ദ്രനെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. എന്താണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയ ആദ്യത്തെ സിനിമാ നടനാണ് MG രാമചന്ദ്രൻ. അദ്ദേഹം MGR അല്ലെ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സിനിമാ നടി ജാനകി രാമചന്ദ്രനാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ആര്, ജാനകി രാമചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ തമിഴ്നാട്ടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മധുര എന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. മധുര നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് വൈഗ നദി എന്ന് നമ്മൾ ഓർത്തു വെക്കണം. മധുര നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് വൈഗ നദി. ഇനി നമ്മൾ വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ചും ഈസ്റ്റേൺ ഗാട്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ഈ വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും കൂടി യോജിക്കുന്ന പ്രദേശം തമിഴ്നാട്ടിലാണ്. സ്ഥലത്തിന്റെ പേര് എന്താണ്, നീലഗിരി എന്നാണ്. ഈ നീലഗിരിയിലാണ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ തമിഴ്നാട്ടിൽ ഒരു ഗോത്ര വിഭാഗക്കാരുണ്ട്, അവരുടെ പേര് തോടർ എന്നാണ്. നീലഗിരിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാരാണ് ഏത്, തോടർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മെഡി പാർക്ക് സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണെന്ന് ചോദിക്കുക ഉത്തരം നമ്മൾ പറയുന്നത് ചെങ്കൽപ്പേട്ട് എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മെഡി പാർക്ക് സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്, ചെങ്കൽപ്പേട്ടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ തമിഴ്നാട്ടുകാരിയാണ് പത്മിനി പ്രകാശ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ന്യൂസ് റീഡർ ആരാണ്, തമിഴ്നാട്ടുകാരിയായ പത്മിനി പ്രകാശ് ആണ്. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ ഹാലോഫൈറ്റ് ചെടികളുടെ പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഏതാണ്, തമിഴ്നാട്ടിലെ വേദാരണ്യമാണ്. വേദാരണ്യം കടപ്പുറത്തെ കുറിച്ചൊക്കെ നമുക്ക് ഉപ്പ് നിയമമൊക്കെ ലംഘിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഹിസ്റ്ററിയിൽ പഠിച്ചു പോയിട്ടുള്ളതാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ ഹാലോഫൈറ്റ് ചെടികളുടെ പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട്ടിലെ വേദാരണ്യത്താണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വളരെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കഴുകന്മാര്. അപ്പൊ കഴുകന്മാരുടെ വംശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കെറ്റോപ്രൊഫൻ അതുപോലെ തന്നെ ഡൈക്ലോഫാനിക് എന്നീ മരുന്നുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഏത്, തമിഴ്നാട് എന്ന് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻസെക്ട്സ് മ്യൂസിയം അഥവാ പ്രാണി മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇൻസെക്ട്സ് മ്യൂസിയം കൊണ്ടുവന്നത് ഏത് സംസ്ഥാനത്താണ്, തമിഴ്നാടാണ്. ഇനി ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഫ്ലോറികൾച്ചർ സെന്റർ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്, തമിഴ്നാടാണ്. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ട് ഫ്ലോറികൾച്ചർ സെന്റർ ആരംഭിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ തന്നെ കൃഷ്ണഗിരിയിലാണ് എന്ന് ഓർത്തുവെക്കുക, തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി. ഇനി തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് നാഷണൽ പാർക്കുകൾ ഉണ്ട്. തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ് മുതുമലൈ നാഷണൽ പാർക്ക്, വേടന്തങ്കൽ നാഷണൽ പാർക്ക്, പളനി നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയാം. വേടന്തങ്കൽ, ഗിണ്ടി, ഇന്ദിരാഗാന്ധി, മുതുമലൈ, പളനി നാഷണൽ പാർക്കുകളൊക്കെ തന്നെ എവിടെയാണ്, തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന്റെ പേരാണ് മുണ്ടൻതുറൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പോയിന്റ് കാലിബർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറി. മുണ്ടൻതുറൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പോയിന്റ് കാലിബർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ തമിഴ്നാട്ടിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. തമിഴ്നാട്ടിലൂടെ പ്രവേശനമുള്ള കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിക്കുളമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കാണ് മുതുമലൈ നാഷണൽ പാർക്ക്. തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാണവ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ മെറൈൻ നാഷണൽ പാർക്കാണ്. ഗൾഫ് ഓഫ് മാന്നാർ മെറൈൻ നാഷണൽ പാർക്കാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി ഇന്ത്യയുടെ 21ാമത്തെ ആണവോർജ നിലയമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യയുടെ സഹായത്തോടുകൂടി നമ്മൾ 2002 മാർച്ച് 31 നിർമ്മാണം ആരംഭിച്ച കൂടംകുളം ആണവോർജ നിലയം. അപ്പോ ഇന്ത്യയുടെ 21ാമത്തെ ആണവോർജ നിലയം തമിഴ്നാട്ടിൽ തിരുനെൽവേലി എന്ന് പറയുന്ന ജില്ലയിലാണ്. റഷ്യയാണ് നമ്മളോട് ഈ കൂടംകുളത്തിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം. പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2002 മാർച്ച് 31 ഈ കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനിയായ വ്യക്തി SP ഉദയകുമാറാണ്. സമരം നടന്നത് ഇടിന്തിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമ്മൾ
തമിഴ്നാട്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. ഒന്ന്, ഹണി ആൻഡ് ബി മ്യൂസിയം. ഹണി ആൻഡ് ബി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. എല്ലാവർക്കും അറിയുന്നതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൂനൂരാണ്. തമിഴ്നാട്ടിലെ കൂനൂരില് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിണ്ടിഗലിലുണ്ട്. ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഡിണ്ടിഗലിലാണ്. മദർ തെരേസ വുമൺ യൂണിവേഴ്സിറ്റി കാണപ്പെടുന്നത് കൊടൈക്കനാലിലാണ്. മദർ തെരേസ വുമൺ യൂണിവേഴ്സിറ്റി കൊടൈക്കനാലിലാണ്. റേഡിയോ ആസ്ട്രോണമി സെന്റർ ഊട്ടിയിലാണ്. റേഡിയോ ആസ്ട്രോണമി സെന്റർ ഊട്ടിയിലാണ്. ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളിയിലാണ്. ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് തിരുച്ചിറപ്പള്ളിയിലാണെന്ന് ഓർത്തുവയ്ക്കാം. ഇനി തമിഴ്നാട് നമുക്ക് സമ്മാനിച്ച കുറച്ച് ഇന്ത്യൻ രാഷ്ട്രപതിമാരുണ്ട്. ഒന്ന് APJ അബ്ദുൽ കലാം, അടുത്തത് R വെങ്കിട്ടരാമൻ, അടുത്തത് ഡോക്ടർ S രാധാകൃഷ്ണൻ. പ്രധാനപ്പെട്ട കുറച്ച് രാഷ്ട്രപതിമാരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. അബ്ദുൽ കലാം, വെങ്കിട്ടരാമൻ, രാധാകൃഷ്ണൻ. ഇത് കൂടാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ രാജഗോപാലാചാരി, അതുപോലെ നമ്മുടെ രാമാനുജൻ, അതുപോലെ MS സുബ്ബലക്ഷ്മി, വിശ്വനാഥൻ ആനന്ദ്, CV രാമൻ, AR റഹ്മാൻ, അങ്ങനെ ധാരാളം ആൾക്കാര് ആരാണ്? തമിഴ്നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. ഇനി തമിഴ്നാട്ടിലെ ധാരാളം ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അറിയാലോ എല്ലാവർക്കും. മധുര മീനാക്ഷി ക്ഷേത്രം എവിടെയായിരിക്കും? മധുരയിലാണ്. അതുപോലെ കൈലാസനാഥ ക്ഷേത്രം കാഞ്ചീപുരത്ത്, പട്ടിന് പ്രസിദ്ധമായ കാഞ്ചീപുരത്ത് കാണപ്പെടുന്ന കൈലാസനാഥ ക്ഷേത്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ ഇടനാഴി കാണപ്പെടുന്ന രാമേശ്വരം ക്ഷേത്രം എവിടെയായിരിക്കും? രാമേശ്വരത്താണ്. അതുപോലെ തന്നെ പഴനി, എല്ലാവർക്കും അറിയുന്നതാണ് പഴനി. അതുപോലെ തിരുച്ചെന്തൂർ ക്ഷേത്രം, തിരുച്ചെന്തൂരിൽ തന്നെയാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. ഇതൊക്കെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ലിഗ്നൈറ്റ്. വളരെയധികം ലിഗ്നൈറ്റ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ലിഗ്നൈറ്റിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം നെയ്വേലിയാണ്. അതുപോലെ തന്നെ അയൺ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം സേലമാണ്. അയൺ ധാരാളം കാണപ്പെടുന്ന സ്ഥലം സേലമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വേദാരണ്യം, ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ വേദാരണ്യവും തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1881 മദ്രാസിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത് 1881 മദ്രാസിലാണ് സ്ഥാപിതമായത്. ഡെൻമാർക്കുകാര് അവരുടെ കോളനി സ്ഥാപിച്ചിരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഡാൻസ്ബോർഗ് കോട്ട. ഏതാണ്? ഡാൻസ്ബോർഗ് കോട്ട. അപ്പൊ ഡെൻമാർക്കിന്റെ കോളനി സ്ഥാപിച്ചിരുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ്ബോർഗ് കോട്ടയാണ്. ഇനി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ വന്ന ആദ്യ പ്രാദേശിക പാർട്ടി DMK ആണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ പ്രാദേശിക തലത്തിലുള്ള ഒരു പാർട്ടി DMK ആണ്, ദ്രാവിഡ മുന്നേറ്റ കഴകം. അതാരാണ് സ്ഥാപിച്ചത്? CN അണ്ണാദുരൈ ആണ് സ്ഥാപിച്ചത് CN അണ്ണാദുരൈ കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന പ്രമുഖ രാജാവായ കാമരാജും എവിടത്തുകാരനാണ്? തമിഴ്നാട്ടുകാരനാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ആരാണ്? കാമരാജാണ്. ഈ കാമരാജിന്റെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S സത്യമൂർത്തിയാണ്. കാമരാജിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? S സത്യമൂർത്തിയാണ്. അദ്ദേഹത്തെ ഫയർ ബ്രാൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ ദീപശിഖാവാഹകൻ, ഫയർ ബ്രാൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ അഥവാ ദക്ഷിണേന്ത്യയിലെ ദീപശിഖാവാഹകൻ എന്ന് ആരെ വിളിക്കുന്നു? S സത്യമൂർത്തിയെ, കാമരാജിന്റെ രാഷ്ട്രീയ ഗുരുവായ S സത്യമൂർത്തിയെ വിളിക്കുന്നു. ഇനി തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആവടി. എന്താണ് ആവടിയുടെ പ്രത്യേകത? ഇന്ത്യയിലെ യുദ്ധ ടാങ്ക് നിർമ്മാണ കേന്ദ്രമാണ് ആവടി. ഇന്ത്യയിലെ യുദ്ധ ടാങ്ക് നിർമ്മാണ കേന്ദ്രമാണ് ആവടി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടിന്റെ പേരാണ് മേട്ടൂർ അണക്കെട്ട്. ഈ മേട്ടൂർ അണക്കെട്ട് എവിടെ കാണപ്പെടുന്നു? കാവേരി നദിയിലാണ് കാണപ്പെടുന്നത്. കാവേരി നദിയിലാണ് മേട്ടൂർ അണക്കെട്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് അണക്കെട്ടും, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടായ കരിക്കാലച്ചോളം നിർമ്മിച്ച ഗ്രാൻഡ് അണക്കെട്ടും എവിടെ തന്നെയാണ്? കാവേരി നദിയിൽ തന്നെയാണെന്ന് ഓർത്തുവെക്കാം. അതുപോലെ കുറ്റാലം വെള്ളച്ചാട്ടം, ഹൊഗ്ഗനക്കൽ വെള്ളച്ചാട്ടം, അതൊക്കെ തന്നെ, അതുപോലെ തന്നെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം, ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്താണ് എന്ന് ഓർക്കണം. ഇനി നമ്മുടെ APJ അബ്ദുൽ കലാം, നമ്മൾ നേരത്തെ പറഞ്ഞു രാമേശ്വരത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട്
നോട്ട് ചെയ്ത് വെക്കണം. പേയ്ക്കറുമ്പാണ് അന്ത്യവിശ്രമ സ്ഥലം. APJ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? പേയ്ക്കറുമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാല്. അങ്ങനെയുള്ള ആ കൊടൈക്കനാലിനെ ആധുനിക രീതിയിലുള്ള ഹിൽ സ്റ്റേഷൻ ആക്കി മാറ്റാൻ ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ USA ആണ് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമായ കൊടൈക്കനാലിനെ ആധുനിക രീതിയിലുള്ള ഹിൽ സ്റ്റേഷൻ ആക്കി മാറ്റാൻ സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയാ? USA ആണ് പറയാ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏതാണ്? NH44 ആണ്. ഏതാണ്? NH44. പണ്ട് NH7 എന്നല്ലേ അതറിയപ്പെട്ടിരുന്നത്. അത് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആയ NH44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എന്താന്ന് പറയണ്ടേ? തമിഴ്നാടാണെന്ന് പറയണം. അതുപോലെ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശിവകാശി. ഈ ശിവകാശിയുടെ പ്രത്യേകത ഇത് പടക്ക നിർമ്മാണത്തിന് പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ അച്ചടി നിർമ്മാണത്തിനും പ്രസിദ്ധമാണ്. അച്ചടിക്കും പടക്കത്തിനും പ്രസിദ്ധമായിട്ടുള്ള ശിവകാശി എവിടെ കാണപ്പെടുന്നു? തമിഴ്നാട്ടിലാണ് കാണപ്പെടുന്നതെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നാമക്കല്. നാമക്കലിനെ നമ്മൾ മുട്ടനഗരം എന്നാണ് വിളിക്കുന്നത്. മുട്ടനഗരം എന്നാണ് നാമക്കലിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ട നിർമ്മാണത്തിന് അല്ലെങ്കിൽ മുട്ട വ്യവസായത്തിന്, മുട്ട നിർമ്മാണം എന്ന് പറയാൻ പറ്റില്ല, മുട്ട വ്യവസായത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏതാ? തമിഴ്നാട്ടിലെ നാമക്കൽ അല്ലെ. ഇനി അടുത്തത് തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് പൊങ്കൽ എന്ന് നമ്മൾ പഠിച്ചു. ആ പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടത്തുന്ന കാളപ്പോരിന്റെ പേരാണ് ജല്ലിക്കെട്ട്. പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടത്തുന്ന കാളപ്പോരിന്റെ പേരാണ് ഏത്? ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തയായ ഭരതനാട്യം നർത്തകിയാണ് രുക്മണി ദേവി അരുണ്ടൽ. അവര് തമിഴ്നാട്ടുകാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലാസിക്കൽ നൃത്തരൂപമൊക്കെയാണ്. തമിഴ്നാടിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് അല്ലെ. ഇവരാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത. ആര്? രുക്മണി ദേവി അരുണ്ടൽ. അവർക്ക് അടയാറില് ഒരു നൃത്ത വിദ്യാലയമുണ്ട്. ആ നൃത്ത വിദ്യാലയത്തിന്റെ പേരെന്താണ്? കലാക്ഷേത്ര എന്നാണ്. എന്താണ്? കലാക്ഷേത്ര എന്നാണ്. ഇത്രയാണ് പ്രസിദ്ധമായിട്ടുള്ള അത്രയധികം കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച്. ഇനിയും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം പറയാനുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ മുമ്പ് പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അത് സംസ്ഥാനത്തിന്റെ വിശേഷണങ്ങളായിട്ടല്ല, അപ്പൊ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ തമിഴ് എന്ന് പറയുന്ന ഭാഷ, അതുപോലെ തന്നെ ഭരതനാട്യത്തെ കുറിച്ച്, ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരതനാട്യത്തെ കുറിച്ച്. അങ്ങനെ കുറെ, പിന്നെ നമ്മൾ പറഞ്ഞു തുറമുഖങ്ങളെ കുറിച്ച്, നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട്, അങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാരണമാണ് അതൊന്നും കൂടെ പറയാത്തത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടമായിച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.